ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്സ് ആണ്. ആദ്യം ഞാൻ അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ആറാൻ വെക്കാം. 2 അണി വെള്ളം ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കടലപ്പരിപ്പ് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വെക്കാം. അടികട്ടിയുള്ള ഒരു പാത്രം വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കട്ടിയൊന്നുമില്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് അലിയിപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അരിച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. ഇതുപോലെ പാനിന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറാൻ വെക്കണം. ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ആറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.